പ്രാന്തായിരുന്നു മറ്റേ ഡിപ്രഷൻ ടൈം. ഓ അങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ. അപ്പൊ ഞാൻ അണ്ണാ ആ പറയടാ. ബോബോയുണ്ടോ? എ ക്ലാസ് പൊലയാടി മോനെ. അണ്ണാ ഞാൻ കാരണം അല്ല അണ്ണ, അണ്ണനല്ലേ അണ്ണ അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ. എടാ മയിരെ, നീ എന്റെ അടുത്ത് എന്താണ് വന്ന് പറഞ്ഞ മാക്കിന് വിഷമമായി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞത് എന്റെ കൂടെ എന്റെ ചെറുക്കനല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടല്ലടാ ഞാനത് ഒത്തുപിടിച്ചത്. ശരിയല്ലേ അണ്ണ, അണ്ണനിപ്പൊ അങ്ങനെയൊക്കെ ചാടിക്കേറി പറയുന്നു ഞാൻ അറിഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ്, ആരും പോലെ ഒരു മിനിറ്റ്, ഞാനിതൊന്ന് കാണിച്ചോട്ടെ എല്ലാരും ഒന്ന്. അല്ലെങ്കിൽ ഒരു സമാധാനം വരൂല. അവന് ശേഷിയില്ലാത്തവന്റെ മാസടി ഞാൻ ഒരു മിനിറ്റ്. അണ്ണ അതെന്ന് പറഞ്ഞ അവന് വിഷമാവരുതല്ലോ അണ്ണ, നമ്മുടെ കൂടെ വന്നിട്ട് ഒരാളെ വിഷമിച്ച്. നീ അങ്ങനെ അല്ലോടെ ഇപ്പൊ പറഞ്ഞു. ഇതിലൊന്ന് കേറിയടാ. ഈ അഗ്രഷൻ ആയിക്കോണേ കണ്ണാപ്പി. ഞാൻ ഫേസ് ക്യാം നിന്റെ അഗ്രഷൻ കണ്ടോണേ. ഈ അഗ്രഷൻ സംസാരിക്കണ്ടായിരുന്നല്ലോ, നീ ഒന്നും നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ചോദിച്ചോട്ടെ, മെമ്പറാണോ? ടി വി മെമ്പർ അല്ല, നമ്മുടെ കൂടെ ചോദിച്ചല്ലേ ബ്രോ, ചോദിച്ചല്ലേ മാക്കിനോട് നിൽക്കും. നിനക്ക് തൊടാൻ പറ്റും, നീ തൊട്ട് കാണിക്കും. നീ കൂടുതൽ വർത്താനം പറയില്ലേ. ഇനി പറയില്ല, നീ മാക്കിനെ തൊട്ട് കാണിക്കും. ഞങ്ങളിവിടെ നിൽക്കുക, ഞങ്ങൾ മാക്കിനോട്. അല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറയണല്ലോടാ. ഇവന്മാരുമായിട്ട് സിറ്റുവേഷൻ എടുക്കാനോ ഇവന്മാരെയാണ് അടിക്കണ്ടെങ്കിലോ ഞങ്ങൾക്ക് ബോബോയുടെ കാര്യം മാത്രം മതിയായിരുന്നു. ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാനാ നോക്കിയത് മാക്സിമം. പക്ഷെ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ ആയിപ്പോയതാ. ഞങ്ങൾക്ക് ഇവന്മാരായിട്ട് സിറ്റുവേഷൻ എടുക്കുക അത്രയ്ക്ക് മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ ഇവന്മാര് ബോബോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവന്മാരെ പറക്കിയിട്ട് അടിക്കായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് പേര്, അതായത് ഈ സാഷയൊക്കെ നമ്മളായിട്ട് RP ഒക്കെ ഇവനായിട്ടൊക്കെ RP ഒക്കെ ചെയ്യുന്നതിന്റെ റെസ്പെക്ടിന്റെ പുറത്താണ് സത്യം പറഞ്ഞ ആ സിറ്റുവേഷൻ വേണ്ടാന്ന് വെച്ചത് ലാസ്റ്റില്. എന്നിട്ട് ഇത് രണ്ടാമത് വീണ്ടും സംസാരമായതാ. ഈ ഇവിടെ ലൈവ് കണ്ടോണ്ടിരുന്ന കുറെ പേര് സാക്ഷിയുടെ ഒക്കെ ചാനലിൽ പോയിട്ട് ഓരോന്ന് പറയാനൊക്കെ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ബാഡ് അടിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ച് ഇതാക്കാൻ പോയത്. എന്നിട്ട് ലാസ്റ്റിൽ ഇവന്മാരുടെ കൂട്ടത്തിലുള്ളത് ഈ കുറച്ചവന്മാർ അവനെ നമുക്ക് സസ്പെൻഷൻ മേടിച്ച് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഇവന്റെ അടുത്തൊന്ന് ഇറക്കാൻ പോകണ്ട കേട്ടോ, സസ്പെൻഷൻ മാറ്റാൻ വേണ്ടി. ഈ മാക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് എന്താന്ന് വെച്ചാൽ നമ്മളെ ഇനി ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. എവിടെ കണ്ടാലും ഞാൻ അടിക്കും. ഇവന്മാരെ തൊരു ഞാൻ എടുത്ത് അടിക്കും. ഒരു അംശമില്ല. ഇവൻ എവിടെ കണ്ടാലും ഇവന്റെ വർത്താനം ചെറുതല്ലായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല, 7 ദിവസം തെണ്ടാൻ പോണ്ട. പിന്നെ വേറെ കാര്യമാണ് പീഡിയുടെ സസ്പെൻഷനോട് ചേർത്ത് നമുക്ക് 15 ദിവസത്തെ സസ്പെൻഷൻ കിട്ടേണ്ടതാ. പീഡിക്കാരെ നമുക്കെതിരെയുള്ള എല്ലാ FRPയും വിഡ്രോ ചെയ്തു, എല്ലാം ക്ലോസ് ചെയ്ത് തന്നു പീഡി. ഭരത്ചന്ദ്ര സാറും ബാക്കി പീഡിയിലെ എല്ലാ മെമ്പേഴ്സും, നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ മെമ്പേഴ്സ് വരെ കുഴപ്പമില്ല, സസ്പെൻഷൻ വേണ്ട, സിറ്റിയിലുള്ളത് സിറ്റി തീർത്തോളാം എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു. അല്ലാണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളവിടെ അവന്മാർക്ക് അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ. ഇത് സസ്പെൻഷൻ മേടിച്ചു തരേണ്ട ഇതൊന്നും അറിയില്ല. പണ്ടെന്ന് FRP എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പൊ ഒരാളെങ്ങനെ ഊമ്പിക്കുക, അതാണ് പരിപാടി. ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ഇതുണ്ടല്ലോ 7 ദിവസം സിറ്റിയില് ഗ്യാങ് ഇത് കളിക്കാതിരിക്കാൻ വേണ്ടിട്ട് എത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഇവന്മാര്. മനസ്സിലായി. ഇത് കുഴപ്പമില്ല. ഇവന്മാർക്കുള്ളത് നമുക്ക് അല്ലാതെ കൊടുക്കാം. ഇവന്മാർക്ക് ഇങ്ങനെയല്ല പറ്റുള്ളൂ. നമുക്ക് ഇവന്മാരെ പുഴിപ്പിക്കാം. മനസ്സിലായ? ഇവന്മാരെ എങ്ങ് പുഴിപ്പിക്കാം. ഇനിയുള്ള ദിവസം ഇവന്മാർക്കുള്ളതാ. തൊട്ട് നോക്കടാ, നിനക്ക് ഇതിനാണ് കിട്ടിയത്. അവന്മാർക്ക് വിഷമമായി. കാരണം ട്രിഗറായി ചിരിക്കാനെന്താ, ഇവിടെ ചിരിക്കാനെന്താ, കളിയാക്കി പറ, ചിരിക്കാനെന്താ. നീയൊക്കെ അങ്ങ് ചെയ്യാൻ പാടാ, ചെയ്യാൻ കേട്ടാ. അല്ലാണ്ട് അണ്ണ സംസാരിച്ചപ്പോ ചിരിച്ചെണ്ണാവൻ, അതുകൊണ്ടല്ലേ അണ്ണ ചൂടായി എണ്ണ. ഇതിനാണ് കിട്ടിയത്. ഇനി 7 ദിവസം കഴിഞ്ഞ ലൈവ് വരുള്ളൂ ബ്രോ. ഞാൻ RP മാത്രമല്ല എനിക്ക് സ്ക്രീൻ ചെയ്യാൻ അറിയാവുന്ന. ഇവന്മാരെ പോലെ 5 മാത്രം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തവനൊന്നും അല്ല. എന്റെ സ്ട്രീം ചെയ്യാൻ അറിയാം. ഞാൻ ഇന്ന് ലൈവ് ഇടാനും ഇരുന്നതാ. പിന്നെ നമ്മുടെ കൂട്ടത്തില്
ഉള്ള മിന്നിയുടെ വൈഫിന്റെ അമ്മ മരിച്ചു നമ്മളുടെ കൂട്ടത്തിൽ അത്ര ഇതായിട്ടിരിക്കണ ഒരു ആളായതുകൊണ്ട് അങ്ങനത്തെ ഒരു ദിവസം വന്നിരുന്ന് ഇതാക്കണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളെല്ലാവരുടെ ടി വിയിൽ ഒരാളുടെ അടുത്ത് ലൈവ് ഇടണമെന്ന് പറഞ്ഞു. ഇവൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയത് കൊണ്ടാണ് ഈ ലൈവ് നിർത്തണ്ടെന്ന് ഞാൻ ഇവനോട് പറഞ്ഞു. മനസ്സിലായോ? എനിക്കിടാനുള്ള ലൈവൊക്കെ ഞാൻ ഇട്ടോളാം. എനിക്ക് സിറ്റിയിൽ സസ്പെൻഷൻ. പിന്നെ എനിക്ക് വല്ല പിന്നെ ഗ്യാങ് മാത്രമല്ല, എനിക്ക് സിറ്റി പെണ്ണാടാ കുണ്ടാളെ. പിന്നെ പെർമിഷൻ വേണം എനിക്ക്. ഒരാൾ പെട്ടെന്ന് ബാക്കില് പാച്ചിട്ടുണ്ടെന്ന് കേട്ടെ. ആണല്ലേ? വാസന്റെ തൊട്ട് താഴെ ഒരാൾ ഇരിക്കുന്ന അണ്ണൻ ശ്രദ്ധിച്ചായിരുന്നു. തൊട്ട് താഴെ അണ്ണന്റെ തൊട്ട് താഴെ പിന്നെ വേറൊരു കാര്യം കൂടി ഗൈസ്, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സസ്പെൻഷൻ കിട്ടുവാണെങ്കിൽ അത് ഡയറക്റ്റ് 14 ദിവസമായിരിക്കും. പ്ലസ് ലോയാലിറ്റി പോയിന്റ് റീസെറ്റ് ആവും. അയ്യോ, എന്താ 14 ദിവസം? ഇനി സസ്പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അണ്ണാ അത് സ്ട്രൈക്ക് 2 ഇപ്പൊ സ്ട്രൈക്ക് 1 നമുക്ക് കിട്ടിയത്. സ്ട്രൈക്ക് 2 കിട്ടുമ്പോ അത് ഡയറക്റ്റ് 14 ദിവസമായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മളെ ലോയാലിറ്റി പോയിന്റ് റീസെറ്റ് ആവില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ലോയാലിറ്റി പോയിന്റ് ഒക്കെ റീസെറ്റ് ആവും. ഒരു 14 ദിവസം കൂടെ അതുകൊണ്ട് കിട്ടിയാൽ അല്ല അത് എല്ലാവർക്കും അറിയാം. അത് അനൗൺസ്മെന്റിൽ ഇട്ട് അത് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതില്. അതെല്ലാം എന്തായാലും അപ്പൊ ഇനി 14 കിട്ടിയാൽ നമ്മള് സേഫ് ആണ്. റീസെറ്റ് ആവും. അപ്പൊ സേഫ് ആവത്തില്ലേ? അടുത്ത പ്രാവശ്യം കൂടെ അതില് സേഫ് ആ ഗ്യാങ് പോവും. അപ്പൊ അത് തരാൻ വേണ്ടിട്ട് ആൾക്കാർ ഓരോന്ന് വരും. അപ്പൊ അല്ല, ഇതിപ്പോ ഇനി നമ്മളെ സസ്പെൻഷൻ മേടിച്ച് തരാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും കേട്ടാ. ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ ഡിസ്മാൻഡിലാവുന്നല്ല. ഇല്ല, ഇത് മറ്റേ എന്തോ ഒരു സാധനം വേറൊരു കൂടെ കിട്ടും. ഞാൻ ജസ്റ്റ് ലൈവ് ഒന്ന് ഇതാക്കട്ടെ. ഒന്നും പോത്തില്ലടാ കണ്ണാപ്പി. ആണോ? ഒരു 2 സെക്കൻഡ് ലാസ്റ്റ് 2 ഇപ്പൊ നീ എക്സ്ട്രാ മിനിറ്റ് ഇടുന്ന ഒരു 2 മിനിറ്റ് ക്രോപ്പ് ആവും, അത്രേ ഉള്ളൂ. അല്ലാതെ ലൈവ് ഇതിനൊന്നും ബാധിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാനോ? അപ്ലോഡ് ആയി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നീ 24 മണിക്കൂർ ചെയ്താലും 12 മണിക്കൂറേ കിടക്കുള്ളൂ, അത്രേ ഉള്ളൂ. 12 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഓ അങ്ങനെ. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താണ് സാഹൽ ബ്രോ, മെനി മെനി ഹാപ്പി ഓഫ് ദി ഡേ ബ്രോ. ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ് സാഹൽ. എന്നാ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോ ഗൈസ്. പുതിയ ടീഷർട്ട് ഇതാണോ നമ്മുടെ ഗ്യാങ് ഡ്രസ്സോ? അല്ല, ഇത് ഏതോ ഒരു പയ്യൻ ചെയ്ത് അയച്ചെന്നെയാ. ഇത് കൊള്ളാം, നല്ലല്ലേ? കൊള്ളാം. പക്ഷേ എന്നാ പിന്നെ മൊത്തത്തിലും കാണിയില്ലെങ്കിൽ പിന്നെ വേണ്ട, അത് വേണ്ട. ഓ അങ്ങനെ ലൈവ് കാണിച്ചോടല്ലേ? നീ അവന്റെ പ്രൊഫൈൽ ഒന്ന് എനിക്ക് അയച്ചു കേട്ടോ, കൊള്ളാതെ. അണ്ണാ അവൻ താഴ്ത്തിരിപ്പുണ്ട്. ആണോ? ഞാൻ സംസാരിച്ചോ. ലോറ ഉണ്ടോ? ലോറ ഇവിടെ മിണ്ടുന്നില്ല കേട്ടോ. തൊട്ട് താഴെ അണ്ണ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും മിണ്ടാണ്ട് ഒരാൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഈ വട്ടം വന്നപ്പോഴും മിണ്ടാണ്ട് ഇരിക്കുന്നുണ്ട്, അതാ വിളിച്ച്. ഓഹോ, ഗ്യാങ് ഹൗസിൽ പെണ്ണ് കയറി, ഗ്യാങ് കാറി പെണ്ണ് കയറി, ബിസിയില് പെണ്ണുങ്ങൾ വരുന്നു. നിന്നെ ലീഡർ ആക്കട്ടെ ഞാനേ. നമ്മളെന്നാ ലയൻസ് ബാർ കളിക്കാൻ പോയതാണ്. ലയൻസ് ബാർ ചുമ്മാ ലോറ, പേടിക്കണ്ട. തമാശ പറയണല്ലേ ലോറ? പേടിച്ചിട്ടല്ലേ ലോറ? പേടിച്ചോട്ടെ ലോറ? വിറച്ചിരിക്കാം. ഓക്കെ, എടാ നടക്കട്ടെ. ഞാൻ താഴെ ഉണ്ടാവും. സസ്പെൻഷൻ ആണ്. സിറ്റി പോയി കേറി വാസുണ്ണ റെഡ് കത്തിക്കോ? ചുമ്മാ ഇങ്ങനത്തെ ചാച്ചുകളിടരുത്. കണ്ണാപ്പിയുടെ ചാനലില് ഇനി വാസുണ്ണ റെഡ് കത്തിക്കോന്ന് ചോദിക്കുന്ന എല്ലാവർക്കും ചാനലിൽ നിന്ന് ഹിഡൻ തരും. ഞാൻ മോഡറേറ്റർ ആണ്. ഞാൻ ഉണ്ടാവും. ആരും അങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ല. ഡയറക്റ്റ് ഹൈഡ് ചെയ്തോളാം. അക്കൗണ്ട് ഹൈഡ് ചെയ്തോളാം. മെമ്പർഷിപ്പ് അക്കൗണ്ട് ആണെങ്കിലും ഹൈഡ് ചെയ്തോളാം. ഞാൻ നോക്കട്ടെ, ആരും നോക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞേ. മന്ദാര താഴെയിരിക്കുന്ന ഏതാ? ഇവനാണോ മൈസ്ട്രോ? അല്ല, ഞാൻ പറയാം.
നമുക്ക് അടുത്ത ലൈവ് പിടിക്കാം അടുത്ത ലൈവ് പിടിക്കാം ആ, അതാ പോരെ. അടുത്ത അപ്പൊ നീ 12 മണിയായി ഞാൻ അടുത്ത ഇപ്പൊ ഇടാമേ. കട്ട് ചെയ്ത് ഓക്കെ അപ്പൊ ഇട്ടിട്ട് വരാം ഇപ്പൊ വരാം